ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സത്യം മാസ്റ്ററുടെ അനുജനും നേശനും മറ്റ് 2-3 ആൾക്കാർ കൂടെ ഇദ്ദേഹത്തെ കാണുവാൻ വന്നു. അപ്പോൾ പിന്നെ രവീന്ദ്രൻ മാസ്റ്ററെ വിളിച്ചു. പാട്ടുകാരനാണല്ലോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ 1-2 പാട്ടുകൾ പാടാൻ പറഞ്ഞു. അങ്ങനെ ചില പാട്ടുകൾ അദ്ദേഹം പാടി കേൾപ്പിച്ചു. ഓരോ പാട്ടിനും പാടുന്നതിന് പൈസ വേണം എന്നൊക്കെ പുള്ളി തമാശയായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവർ വീട്ടിൽ വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ മാസ്റ്ററെ വിളിച്ചു. റോയ്പേട്ടയിലെ ഒരു വീട്ടിലേക്കാണ് വിളിച്ചത്. അവിടെ ചെല്ലുമ്പോൾ പിന്നെ രവീന്ദ്രൻ മാസ്റ്ററെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാക്ഷാൽ ബാബുക്കായെ ആദ്യമായി കാണുകയാണ്. ബാബുരാജ് സംഗീത സംവിധാനം ചെയ്യുന്ന വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ സിനിമയിലേക്ക് പാടുവാനായിട്ടാണ് അങ്ങോട്ട് വിളിപ്പിച്ചത്. അങ്ങനെ റോയ്പേട്ടയിലെ വീട്ടിൽ വെച്ച് സംഗീത സംവിധായകൻ ബാബുരാജിനെ കണ്ടു. അതൊരു ഊഷ്മളമായ ബന്ധമായി. അങ്ങനെ ബാബുക്ക സംഗീത സംവിധാനം ചെയ്ത വെള്ളിയാഴ്ച എന്ന സിനിമയിൽ പാർവണ രജനിതൻ പാനപാത്രത്തിൽ പാലോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം രവീന്ദ്രൻ മാസ്റ്റർ പാടി. അതൊരു ചരിത്രത്തിൻ്റെ, മലയാള സിനിമാ സംഗീത ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഗാന ചരിത്രത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. ആ പാട്ട് പാടിക്കഴിഞ്ഞ് ലോകം കീഴടക്കിയ ഒരു ആവേശത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ചെന്നൈയിലെ വുഡ്ലാൻഡ്സ് ഹോട്ടലിലേക്ക് ചെന്നു. ദേവരായ മാസ്റ്ററുടെ മുറിയിൽ ചെന്ന് മുട്ടി. അപ്പോൾ ദേവരായ മാസ്റ്റർ കഥ തുറന്നു. ആ പഴയ പോലെയുള്ള ചോദ്യം, ആരാ, എന്തു വേണം? അപ്പോൾ അതിന് എന്നെ മനസ്സിലായില്ലേ എന്ന് രവീന്ദ്രൻ മാസ്റ്റർ ചോദിച്ചു. മനസ്സിലായി, ഉളത്തൂപ്പുഴ രവി, ഗാനഭൂഷണം. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ ഒരു വിജയിയെ പോലെ പറഞ്ഞു, മാഷേ, ഞാൻ ഇന്നൊരു സിനിമയ്ക്ക് വേണ്ടി പാടി, വെള്ളിയാഴ്ച എന്ന സിനിമയ്ക്ക് വേണ്ടി ബാബുക്കായുടെ സംഗീതത്തിൽ പാടി. ഞാൻ ഇന്ന് തന്നെ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ ഇത് പറയുമ്പോൾ ദേവരായ മാഷ് ആ മുഖത്തേക്ക് നോക്കി ഒന്ന് അർത്ഥഗർഭമായി പുഞ്ചിരിച്ചു. അത് ഒരു വലിയ തുടക്കമായിരുന്നു. ഒരു സംഗീത ജീവിതത്തിൻ്റെ, പിൽക്കാലത്തും മലയാളത്തിന് സുവർണ സംഗീതങ്ങൾ പകർന്നു തന്ന ഒരു സംഗീത സംവിധായകനെ, ഒരു ഗായകനെ ഒക്കെ സൃഷ്ടിച്ച അതിൻ്റെ ഒരു വലിയൊരു തുടക്കമായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്നത്.